വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന കൊല്ലം CSI ബിഷപ്പ് അഭിനന്ദനായ ജോസ് ജോർജ് തിരുമേനി, ഇന്നത്തെ മുഖ്യപ്രഭാഷകൻ പ്രൊഫസർ ഡോക്ടർ ബിജു ലോറൻസ്, വന്യവൈദികരെ, സിസ്റ്റേഴ്സ്, വിവിധ സഭകളിൽ നിന്നും ഒത്തുചേർന്നിരിക്കുന്ന സ്നേഹമുള്ള വിശ്വാസികളെ, സഭയ്ക്ക് അഷ്ടദിന പ്രാർത്ഥനയുടെ 6ാം ദിവസമായ ഇന്ന് ഏകകർത്താവും ഏകപിതാവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുവാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ബിജു ലോറൻസിനെ ഈ സദസ്സിന് എളിയ വാക്കുകളിൽ പരിചയപ്പെടുത്തുവാൻ ആണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അടിസ്ഥാനപരമായി പ്രൊഫസർ ഡോക്ടർ ബിജു ലോറൻസ് കൊല്ലം രൂപതയുടെ അരവിള സെന്റ് ജോർജ് കാത്തലിക് ചർച്ച് ഇടവകാംഗമാണ്. നിലവിൽ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ കൊമേഴ്സ് വിഭാഗം മേധാവിയും പ്രൊഫസറുമായി സേവനമനുഷ്ഠിക്കുന്നു. കൊല്ലം സെയിന്റ് അലോഷ്യസ് HSSൽ അധ്യാപകനായി തന്റെ സർവീസ് ജീവിതം ആരംഭിച്ച് ചവറ ഗവൺമെന്റ് കോളേജ്, സംസ്ഥാനത്തെ നിരവധി ഗവൺമെന്റ് കോളേജസിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ടും സേവനമനുഷ്ഠിച്ച് ഇന്നുവരെ 27 വർഷത്തെ ബൃഹത്തായ അധ്യാപന ഉള്ള കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ബിജു ലോറൻസ്. ഒരു മികച്ച അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹത്തിന് എടുത്തു പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ റിസർച്ച് ഓഫീസറായി നിലവിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഓൺ ഡെപ്യൂട്ടേഷൻ കുടുംബശ്രീയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിന് പരിചയത്തിനും സർവീസ് ജീവിതത്തിനും കിട്ടിയ അംഗീകാരവും സർവീസ് ജീവിതത്തിലെ പൊൻതൂവലുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മികച്ച അധ്യാപകൻ എന്നതിലുപരി ഒരു നല്ല വാഗ്മി, നിരവധി അക്കാഡമിക് ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവ് എന്ന നിലകളിൽ അദ്ദേഹം പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കോർ സ്കിൽസിൽ ചിലത് ഞാൻ പറയാം. ഹയർ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് പ്ലാനിംഗ്, കരിക്കുലം ഡിസൈൻ ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ്. MBA, M.Ed, അതുപോലെ തന്നെ കൊമേഴ്സിൽ ഡോക്ടറേറ്റ് എന്നിവ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ചുരുക്കുന്നു, ഓൺ ബിഹാഫ് ഓഫ് കൊല്ലം എക്യുമെനിക്കൽ ഫെലോഷിപ്പ്, I extend a sincere and hearty welcome to Professor Dr. Biju Lorenz. Thank you. വചന ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി ശ്രീ ഡോക്ടർ ബിജു ലോറൻസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ദൈവജനമേ, സഭാ ഐക്യത്തിന്റെ ആഹ്വാനവുമായിട്ട് വിവിധ ദേവാലയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ഒരുമിച്ച് കൂടുകയായിരുന്നു. ഇന്ന് ഇവിടെയും അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് വെറുമൊരു പാരമ്പര്യം നിറവേറ്റുന്ന പ്രക്രിയ അല്ല. നേരെ മറിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഹൃദയഭാഗത്ത്, അല്ലെങ്കിൽ ആ ഹൃദയ സ്പന്ദനം, അതിന് കാരണമാകുന്ന ഒരു വലിയ സത്യത്തെ നമ്മൾ തിരിച്ചറിയാനും പ്രഘോഷിക്കാനും വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഒരുമിച്ച് കൂടുന്ന നിമിഷമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് സ്വാഗതം പറയുന്നതിന് മുൻപ് ഈ ഇടവകയുടെ ബഹുമാന്യനായ വികാരിയച്ഛൻ പൗലോസ് അപ്പോസ്തലനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞത്. ഒരു ശരീരം, ഒരാത്മാവ്, ഒരു പ്രത്യാശ, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു സ്നാനം, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ ധ്യാന ചിന്തയായി മാറുന്നു എന്നുള്ളതും ഒരു സവിശേഷമായ കാര്യമാണ്. എന്നാൽ പ്രായോഗികമായി നമുക്ക് ചുറ്റും നോക്കുമ്പോൾ
നമ്മൾ കാണുന്നത് വിഭജിതമായ ഒരു ക്രൈസ്തവ ലോകത്തെയാണ്. അവിടെ വ്യത്യസ്ത സഭാ സമൂഹങ്ങളുണ്ട്, വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട്, വ്യത്യസ്തമായ ദൈവശാസ്ത്ര ധാരണകളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു കർത്താവ്, ഒരു പിതാവ് എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയുക എന്നൊരു ചിന്ത ഒരുപക്ഷെ നമുക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ സാധാരണ ഞാൻ സംസാരിക്കുന്നത് ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമാണ്. അതിന് മറ്റ് തലങ്ങളൊന്നും കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വിഷയം സംസാരിക്കണമെങ്കിൽ ദൈവശാസ്ത്രപരമായ ചില കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ ഉദ്ധരിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത് കൊണ്ട് 2 ചെറിയ ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളെയും അതോടൊപ്പം ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞു വെച്ച ഈ വിശ്വാസത്തെ വ്യത്യസ്ത സഭാ സമൂഹങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ നമ്മുടെ ആരാധനയിലും ശുശ്രൂഷയിലൂടെ ഒക്കെ നമുക്ക് എങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് എൻ്റെ അനുഭവങ്ങളിലൂടെയും പറഞ്ഞ് അവസാനിപ്പിക്കാം, അധികം ദീർഘിപ്പിക്കാതെ തന്നെ. ഒന്നാമതായിട്ട് പുരാതന കിഴക്കൻ സഭ നമുക്ക് സമ്മാനിച്ച പെരിക്കോറസിസ് എന്ന ആഴമേറിയ ഒരാശയം ത്രിത്വത്തിന്റെ ആന്തരിക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്. രണ്ടാമത് 20-ാം നൂറ്റാണ്ടിൽ ജസ്യൂട്ട് ശാസ്ത്രജ്ഞനും ദൈവജ്ഞനുമായ പിയറി ടൈലർ ഡി ഷർദാൻ നമുക്ക് നൽകിയ കോസ്മിക് ക്രിസ്റ്റോളജി, സമസ്ത സൃഷ്ടിയും ക്രിസ്തുവിലേക്ക് സംഗമിക്കുന്നു എന്നുള്ള ഒരു വീക്ഷണം. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വിഷയത്തോട് ഏറ്റവും നീതി പുലർത്തുന്നത് എന്ന് കരുതുന്നത് കൊണ്ട് ഈ 2 കാഴ്ചപ്പാടുകളിലൂടെ നോക്കുമ്പോൾ സഭാപരമായ ഐക്യം എന്നത് ഒരു മനുഷ്യ പദ്ധതിയൊന്നുമല്ല. നേരെ മറിച്ച് അത് ആഴത്തിലുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിക്കേണ്ടതായ നടപ്പിൽ വരുത്തേണ്ടതായ നമ്മുടെ ദൗത്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. പെരിക്കോറസിസ് എന്ന നിഗൂഢതയെ കുറിച്ചാണ് പറയുന്നത്. പെരിക്കോറസിസ് എന്ന വാക്ക് ഒരുപക്ഷെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികർക്കൊക്കെ സുപരിചിതമാണ്. നമുക്ക് വിശ്വാസികൾക്ക് എത്ര പേർക്ക് സുപരിചിതമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് വായിച്ചത് തന്നെ. പക്ഷെ ഇത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഹൃദയഭാഗത്തെ തൊടുന്ന ആഴമേറിയ ഒരു സത്യമാണ്. കിഴക്കൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിന്ന് നമ്മളിലേക്ക് വന്നെത്തിയ ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പരസ്പരം ചേർന്ന് വസിക്കൽ അല്ലെങ്കിൽ പരസ്പരം ഉൾക്കൊള്ളൽ എന്നൊക്കെയാണ് മൊഴിമാറ്റം ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വെറുമൊരു ദൈവശാസ്ത്ര ആശയമൊന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ തന്നെ അന്തർലീനമായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ്, ഒരു വലിയ വെളിപാടാണ്. പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് നാം എന്താണ് വിശ്വസിക്കുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 വ്യക്തിത്വങ്ങൾ അല്ലെ, പക്ഷെ ഒരു ദൈവം. ഈ 3 എങ്ങനെയാണ് യോജിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പല ചിന്തകൾ പലപ്പോഴായിട്ട് ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളിലൂടെയൊക്കെ നമ്മുടെ വൈദിക ശ്രേഷ്ഠന്മാര് നമ്മൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. പെരിക്കോറസിസ് നമുക്ക് അഗാധമായ ഒരു ദർശനം ഈ മേഖലയിൽ തുറന്നു തരുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ പരസ്പരം ഉൾക്കൊള്ളുന്നു, പരസ്പരം ഒന്നായി നിലകൊള്ളുന്നു, പരസ്പരം നിറയ്ക്കുന്നു. പിതാവ് പുത്രനിൽ വസിക്കുന്നു, പുത്രൻ പിതാവിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇവരെ 2 പേരെയും ബന്ധിപ്പിക്കുകയും 2 പേരിലും വസിക്കുകയും ചെയ്യുന്നു. അത് ക്രിസ്തു തന്നെ നമുക്ക് ഈ നിഗൂഢതയെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ യേശു പറയുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു. അപ്പൊ ഞാൻ പിതാവിലും പിതാവ് എന്നിലും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യേശു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പെരിക്കോറസിസ് എന്ന് പറയുന്ന ആശയത്തില് അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി നിലകൊള്ളുന്ന, ഉൾക്കൊള്ളുന്ന ഈ ഒരു ആശയം പെരിക്കോറസിന്റെ അഗാധ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പെരിക്കോറസിസ് എന്ന വാക്കിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്കാണ് കോറസ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നൃത്തം എന്നാണ്, ഡാൻസ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നിത്യമായ ആനന്ദപൂർണമായ സ്നേഹനിർഭരമായ നൃത്തത്തിൽ നിരന്തരം ചലിക്കുന്നു എന്നാണ് ഈ ദൈവശാസ്ത്രം പറയുന്നത്. ഒന്നു ചേർന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഒന്നായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഗുരുചരണം എന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോബിയച്ചൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഈ ചലനം സമുദ്രത്തിൽ സംഭവിച്ചപ്പോ സമുദ്രം അവിടെ മത്സ്യങ്ങളെയും ജീവജാലങ്ങളെയും സമുദ്രത്തിലെ ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിക്കും. അപ്പൊ സൃഷ്ടി നടക്കുന്നത് പോലും ഈ ഒന്നായ ചലനം ഉണ്ടാകുമ്പോഴാണ് എന്നാണ്. എന്നിട്ട് അതിന്റെ ശ്രേഷ്ഠതയിലാണ് ഏറ്റവും ഒടുവിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് അവർ പരസ്പരം പറയുന്നത്, ആ ഒന്നാകലിന്റെ അന്തസ്സതയിൽ അവർ പരസ്പരം പറയുന്നത്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ്. എന്നിട്ട് ആ സ്നേഹത്തിലുള്ള സഹവാസത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് അവന്റെ സാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. അപ്പോൾ ആ സ്നേഹത്തിന്റെ പരിപൂർണതയാണ് മനുഷ്യ സൃഷ്ടിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഈ നൃത്തത്തിന്റെ ശക്തി എന്താണെന്നാ മനസ്സിലാക്കുന്നത്? സ്നേഹമാണെന്ന്. ഇത് തന്നെയല്ലേ യോഹന്നാൻ സ്നേഹ വീണ്ടും പറഞ്ഞു നോക്കുന്നത്? ദൈവം സ്നേഹമാണ്. God is love. ആ സ്നേഹം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ആ സ്നേഹം ഒന്നായി ജീവിക്കുമ്പോൾ തന്നെ പിതാവ് പുത്രനാകുന്നില്ല, പുത്രൻ പരിശുദ്ധാത്മാവാകുന്നില്ല. ഓരോരുത്തരും വ്യത്യസ്തമായി നിലകൊള്ളുകയും എന്നാൽ മൂന്ന് പേരും ഒരുമിച്ച് ചേർന്ന് അതുല്യമായ സൃഷ്ടിക്ക് പാത്രമാകുന്ന സ്നേഹമായിട്ട് ചലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് സഭയ്ക്കുള്ളൊരു മാതൃകയാണ് യഥാർത്ഥത്തില്. കാരണം ഞാൻ പോലും സഭൈക്യത്തെ കുറിച്ച് ശരിക്കും ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏതാണ്ട് ഒരേ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് വരിക, ഒരേ ശൈലിയിലേക്ക് വരിക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ സഭൈക്യത്തെ കുറിച്ചുള്ള എന്റെ ധാരണയെ ഈ പെരിക്കോറസിനെ വായിച്ചെടുത്തപ്പോഴത്തേക്ക്, മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക്, മനനം ചെയ്തപ്പോഴത്തേക്ക് കുറേയധികം മാറ്റപ്പെട്ടു. കാരണം യേശു തന്നെ പറയുന്നുണ്ട്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കണമേ, അവരും നമ്മിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിൽ വ്യത്യസ്തരായിരുന്നു കൊണ്ട് ഒന്നായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് കേവലമായ ഐക്യത്തെ അല്ല, മറിച്ച് ത്രിത്വപരമായ ഈ പെരിക്കോററ്റിക് ഐക്യമാണ്. ഒരു പരസ്പര നിലനിൽപ്പിന്റെ മാതൃകയാണ് സഭാഐക്യത്തില് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ സഭാപരമായ ഐക്യം എങ്ങനെയായിരിക്കണം? ത്രിത്വത്തിൽ പിതാവ് പുത്രനായി മാറാത്തതുപോലെ ഓർത്തഡോക്സ് സഭ കത്തോലിക്ക സഭയായി മാറേണ്ടതായിട്ടൊന്നുമില്ല. ഓരോ സഭാ വിഭാഗത്തിനും അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നിച്ച് സ്നേഹത്തിൽ വസിക്കാൻ സാധിക്കുമോ? മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് ഐക്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കുമോ? കാരണം ഈ വൈവിധ്യങ്ങള് പെരിക്കോറസിന്റെ മാതൃകയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അവർ വ്യത്യസ്തങ്ങളായി നിലകൊള്ളുമ്പോഴും പരസ്പരം വസിക്കുന്നത് പോലെ നമ്മുടെ വ്യത്യസ്ത പാരമ്പര്യങ്ങൾക്കും പരസ്പരം വസിക്കാൻ കഴിയണം. വ്യത്യസ്ത സഭാ സമൂഹങ്ങളിൽപ്പെട്ട നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാരമ്പര്യങ്ങളെയും ഒക്കെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അതിൽ നിന്നൊക്കെ ആത്മീയ പോഷണം സ്വീകരിക്കാനും വളരാനും കഴിയുന്ന അവസ്ഥയിലേക്ക് പോകണം. സോ ഏകരൂപതയല്ല പെരിക്കോററ്റിക് ഐക്യം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തേത്, ടെയ്ലർ ടി ഷെർഡൻ സൃഷ്ടിയുടെ പെരിക്കോററ്റിക് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിക്കോററ്റിക്കിൽ നിന്നാണ് സൃഷ്ടി സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെസ്യൂട്ട് പുരോഹിതനാണ്. ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, പാലിയോന്റോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വിപ്ലവകരമാണ്. സൃഷ്ടി വെറുമൊരു പുറമേയുള്ള ദൈവിക പ്രവൃത്തിയല്ല, മറിച്ച് ത്രിത്വത്തിന്റെ പെരിക്കോററ്റിക് സ്നേഹത്തിന്റെ ഉത്സർഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പെരിക്കോറസിനെ കുറിച്ച് നാം മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ ഈ ആശയം പരിശോധിച്ച് നോക്കിയാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിലുള്ള നിത്യമായ സ്നേഹപ്രവാഹം അത് വളരെ സമൃദ്ധമാണ്, വളരെ ജനറസ് ആണ്, വളരെയധികം നിറഞ്ഞു തുളുമ്പുന്നതാണ്. അത് സ്വയം അതിർത്തികൾ കടന്ന് ഉത്സർഗിക്കുന്നതാണ്.
ഈ ഉത്സർഗമാണ് സൃഷ്ടി. അതുകൊണ്ട് തന്നെ സൃഷ്ടി എന്നത് ദൈവത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല, മറിച്ച് ത്രിത്വപരമായ സ്നേഹത്തിന്റെ കൂടിച്ചേരലാണ് സൃഷ്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ദൈവം സൃഷ്ടിക്കുന്നത് ഐക്യപ്പെടലിലൂടെയാണ്. ഈ വാചകം വളരെ അഗാധമായിട്ടാണ് ഈ സൃഷ്ടിയെ നിർവചിക്കുന്നത്. ദൈവത്തിന്റെ കൂട്ടിച്ചേരലിൽ നിന്നാണ് സൃഷ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സൃഷ്ടി ഒരു ചലനാത്മക പ്രക്രിയയാണ്. ദൈവം സകല വസ്തുക്കളെയും ദൈവികമായ കൂട്ടായ്മയിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ ഒരു പ്രവർത്തനമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സകല സൃഷ്ടിയുടെയും ആദ്യജാതനും ആകുന്നു. അവനിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം അവനാൽ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ എല്ലാറ്റിനും മുമ്പുള്ളവനാണ്, എല്ലാം അവനിൽ നിലകൊള്ളുന്നു എന്ന് പറയും. ദൈവത്തിന്റെ കൂടിച്ചേരൽ, അതായത് ഈ മൂന്ന് വ്യക്തിത്വങ്ങളുടെ കൂടിച്ചേരലിന്റെ മകുടമായിട്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ടൈലർ ഷെർഡന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒമേഗ പോയിന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു. പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ അദ്ദേഹം പഠിച്ചു. എന്നാൽ പരിണാമത്തെ അദ്ദേഹം കണ്ടത് ക്രമരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടൊന്നും അല്ല, മറിച്ച് ഒറ്റ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്ന ലക്ഷ്യബോധമുള്ള ഒരു ചലനമായിട്ടാണ് പരിണാമത്തെ അദ്ദേഹം പറയുന്നത്. ആ കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതാണ് ഒമേഗ പോയിന്റ് എന്ന് പറയുന്നത്, സൃഷ്ടിയുടെ ഒമേഗ പോയിന്റ്. ഗ്രീക്ക് അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരമാണ് ഒമേഗ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെളിപാട് പുസ്തകത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ആൽഫയും ഒമേഗയും, അതായത് ആദിയും അന്ത്യവുമാകുന്നു എന്ന്. ടൈലർ ഈ വെളിപാടിനെ കോസ്മിക് തലത്തിലേക്ക് വികസിപ്പിച്ചുകൊണ്ട് ക്രിസ്തു സൃഷ്ടിയുടെ ആരംഭം മാത്രമല്ല, മറിച്ച് അതിന്റെ ലക്ഷ്യം, അതിന്റെ ഗ്രാവിറ്റേഷണൽ സെന്റർ കൂടിയാണ് എന്നും പറയുന്നു. സമസ്ത സൃഷ്ടിയും, അത് ആറ്റങ്ങൾ മുതൽ ഈ ഗാലക്സി വരെയുള്ള മുഴുവൻ കാര്യങ്ങളും, അമീബ മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ സൃഷ്ടിയും ക്രിസ്തുവിലേക്ക് നീങ്ങുകയും ക്രിസ്തുവിൽ സംഗമിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് പെരിക്കോറസിസും ടൈലറിന്റെ ദർശനവും ഒരുമിച്ച് ചേരുന്നത്. ത്രിത്വത്തിന്റെ പെരിക്കോററ്റിക് നൃത്തം വളരെ ശക്തമാണ്. അത് സ്വയം പുറത്തേക്ക് പ്രസരിക്കുകയും സകല സൃഷ്ടിയെയും അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചം മുഴുവൻ അതുകൊണ്ട് തന്നെ എങ്ങോട്ടാ നീങ്ങുന്നത്? പ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിലേക്ക് നീങ്ങുന്നു എന്നത് ഇത് വെറുമൊരു സങ്കല്പം മാത്രമൊന്നുമല്ല, യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. കാരണം എല്ലാം ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെടുകയും അതെല്ലാം അവനിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുകയും ചെയ്യും. അവൻ അവരുടെ പൂർത്തീകരണം കണ്ടെത്തുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സഭാപരമായ ഐക്യത്തെക്കുറിച്ചുള്ള ധാരണയെ തന്നെ ഈ സങ്കല്പങ്ങൾ മാറ്റിമറിക്കുകയാണ്. ഓരോ പാരമ്പര്യവും അതിൽ തന്നെ സങ്കീർണമായി നിലകൊള്ളുമ്പോൾ, അത് കൂടുതൽ വികസിക്കുമ്പോൾ, കൂടുതൽ ആധികാരികമായി അതിന്റെ സ്വഭാവം പ്രകടമാക്കുമ്പോൾ പരസ്പരം അടുക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. കാരണം എല്ലാം ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഒമേഗ പോയിന്റിലേക്കാണ് ഈ യാത്ര പൂർണ്ണമായിട്ടും സംഭവിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇതാണ് നമ്മൾ ജീവിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ തലത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ജീവിതം ഏത് തരത്തിലുള്ള ഒരു സാക്ഷ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ആ ജീവിതം അർത്ഥപൂർണമാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ദൈവത്തിലേക്ക് ഉള്ള നമ്മുടെ ഒരു വളർച്ച, അത് എങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഏക കർത്താവ് എന്ന അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ വിലയിരുത്തുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഒരു മകളുണ്ട്, എൻ്റെ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു മകള്.
ഓർത്തഡോക്സ് സഭാ സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മകളാണ്. ജന്മന റിട്ടാർഡേഷനുള്ള അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക, ജനിച്ചപ്പോഴേ ഒരു നാവിങ്ങനെ പുറത്തേക്ക് ഇരിക്കും. അവൾക്ക് കുറേയധികം മാനസിക വൈകല്യങ്ങളുണ്ട്. കുറേ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവളെ കാണുന്നത് അതിസുന്ദരിയായിട്ട് ഞാൻ ചവറ ഗവൺമെന്റ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോളേജിലേക്ക് അഡ്മിഷന് വരുന്ന സമയത്താണ്. സുന്ദരിയായ ഒരു പെൺകുട്ടി അഡ്മിഷനാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അഡ്മിഷൻ സമയത്ത് വെറുതെ അവളുടെ ആപ്ലിക്കേഷൻ മറിച്ച് നോക്കിയിട്ട് ചോദിച്ചു, 50 കിലോമീറ്റർ ദൂരെ നിന്നാണ് നീ ഈ കോളേജിലേക്ക് അഡ്മിഷൻ വന്നിരിക്കുന്നത്. ഈ ചവറ ഗവൺമെന്റ് കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ്. എന്തേ മറ്റെവിടെയും അഡ്മിഷൻ കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെന്റ് ഇവിടെ കിട്ടിയത്, ഇനിയുള്ള അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അതിസുന്ദരിയായ ഒരു മകള് ഇങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ അമ്മ എന്റെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, എന്റെ മകള് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണ്, സാറിന് സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, അവളുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ലേ നിങ്ങൾ, അപ്പോൾ അവൾക്ക് റിസർവേഷനിൽ അഡ്മിഷൻ കിട്ടും, യാതൊരു പ്രയാസം ഉണ്ടാകത്തില്ല. ഹയർ ഓപ്ഷനൊക്കെ നിലനിർത്തിക്കോളാൻ പറഞ്ഞ് ഉപദേശിച്ച് അഡ്മിഷൻ കൊടുത്തു വിട്ടു. ഞങ്ങൾ അന്ന് ഈ ഗവൺമെന്റ് കോളേജിൽ ഞങ്ങളുടെ ഡിമാൻഡ് കുറവായിരുന്നതുകൊണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സർക്കാർ തുടങ്ങാൻ പറയുന്ന ദിവസം വരെ കാത്തിരിക്കും. നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് മറ്റെവിടെയും അഡ്മിഷൻ കിട്ടിയില്ലേ? ആ കുഞ്ഞ് എന്നോട് അന്ന് തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എല്ലാ ഓപ്ഷനും ക്യാൻസൽ ചെയ്തു, ഇവിടെ പഠിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ 50 കിലോമീറ്റർ ഈ കുഞ്ഞ് യാത്ര ചെയ്ത് വരണം എന്നുള്ളത് വലിയ പ്രയാസം. ഇവിടെ ഒരു ദിവസം വളരെ വിഷമിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്ന കണ്ടിട്ട്, എന്താണ് മോളെ, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇത്തിരി നിർബന്ധിച്ചപ്പോൾ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നു. സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ ഞാൻ വിളിച്ച് ഒരു ചെയറിൽ കൊണ്ടുപോയി നിർത്തി അവളോട് സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് അവൾ എന്നോട് പറയാണ്, എൻ്റെ ഇച്ഛായനും അമ്മയ്ക്കും ഒക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ഭാരമായി തീരും അല്ലേ സാർ? ഞാൻ ചോദിച്ചു, എന്താ മോളെ അങ്ങനെ പറയാൻ കാരണം? അവളുടെ അച്ഛൻ്റെ സഹോദരിയും ഭർത്താവും വീട്ടിലൊരു വിസിറ്റിന് വന്നിട്ട് ആ വിസിറ്റിനിടയിൽ സംസാരിക്കുന്നതിനിടയിൽ അച്ഛനോടും അമ്മയോടും ചോദിക്കുക, ഇവളെ ഇപ്പോഴും പഠിക്കാൻ വിടുകയാണ്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവളെ ആര് നോക്കും നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ? അവളുടെ ചേച്ചിക്കോ അനിയത്തിക്കോ അവളൊരു ഭാരമായി തീരില്ലേ? സുഖമില്ലാത്ത കൊച്ചല്ലേ? അച്ഛനും അമ്മച്ചിയും തിരിച്ചൊന്നും പറഞ്ഞില്ല, അവരോട് സംസാരിച്ച് പോവുകയും ചെയ്തു. ആ കുട്ടി അപ്പോൾ മുതൽ ഭയങ്കര മുറിപ്പെട്ടിരിക്കുകയാണ്. അവൾ ക്ലാസ്സിലിരിക്കുമ്പോഴും അതോർത്ത് കരയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് എനിക്ക് വന്നൊരു മെസ്സേജ് ഒരു നല്ലിടയന്റെ ചിത്രമായിരുന്നു. ആ നല്ലിടയന്റെ ചിത്രമെടുത്ത് അവളെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ ഈശോയുടെ കയ്യിലിരിക്കുന്ന ആടിനെ അറിയാമോ മോൾക്ക്? എന്നിട്ട് ഞാൻ അവളോട് വെറുതെ പറഞ്ഞു, ഇതൊരു ചട്ടനായ ആടാണ്, അവന് നടക്കാൻ കഴിയില്ല. അവന്റെ അച്ഛനും അമ്മയും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവനെ കൂടെ കൊണ്ടുപോകത്തില്ല, കാരണം സ്പീഡിൽ നടക്കാൻ അവന് പറ്റാത്തത് കൊണ്ട് അവനെ വീട്ടിൽ മാറ്റി നിർത്തിയേക്കത്തതേ ഉള്ളൂ. സഹോദരങ്ങളും കൂട്ടുകാരും കളിക്കുമ്പോൾ അവനെ കൂടെ കളിക്കാൻ വിളിക്കുകയല്ല, കാരണം നിനക്ക് ഞങ്ങളുടെ കൂടെ ഓടി നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് എവിടെങ്കിലും ഇരുന്ന് കളി കണ്ടാൽ മതി എന്ന് പറയും. ഇടയനിങ്ങനെ മേയാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇവനെ കാലുകൊണ്ട് ഒന്തി നടത്തിയിട്ട് പറയും, നിന്നെ കാരണം ബാക്കിയുള്ളവരുടെ കൂടെ എനിക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയും. അങ്ങനെ നടന്ന് ഒരിക്കൽ ജെറുസലേം ദേവാലയത്തിന് മുൻപിലൂടെ പോകുന്ന സമയത്ത് ഈ ആട്ടിൻകുട്ടി കാണുകയാണ് ദേവാലയത്തിന്റെ പുറകില് മുൻപിൽ ഇങ്ങനെ വരിവരിയായി നിർത്തിയിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ. അപ്പൊ ഇവൻ ചോദിക്കും, എന്തിനാണ് ഈ ആടുകളെയൊക്കെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന്. ഇടയൻ പറഞ്ഞു, അത് ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ബലിമൃഗങ്ങളാണ്. എന്നാൽ ഞാൻ അവിടെ നിന്നോട്ടെ. ഇടയൻ അച്ഛൻ്റെ അമ്മയുടെയും പെർമിഷനൊക്കെ മേടിച്ച് ഇവനെ അവിടെ നിർത്തിയെന്നാണ് പറയുക. പക്ഷേ ദേവാലയ കവാടത്തിലെത്തിയപ്പോൾ പുരോഹിതൻ ഈ ആടിനെ എടുത്തുയർത്തിയിട്ട് എന്റെ ചട്ടുകാല് കണ്ടിട്ട്, ആരാണ് ഈ ന്യൂനതകളുള്ളതിന് ദൈവത്തിന് ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഇവനെ പുറത്തേക്ക് തന്നെ എറിഞ്ഞു. ഇവൻ പുറത്തു പോയി തല കല്ലിൽ വെച്ച് അടിച്ച് നിലവിളിച്ചുകൊണ്ട്, ഇന്ന് ദൈവത്തിന് പോലും വേണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത്
അവന്റെ അരികിൽ വന്ന് അവനെ തലോടുന്ന ക്രിസ്തുവിന്റെ ഒരു ചിത്രം. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ വായിച്ച കഥയാണ്, ഞാൻ അവളോട് പറഞ്ഞു, ആ ക്രിസ്തു പിന്നീട് ഈ കുഞ്ഞിനോട് എന്താ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ജീവിതം മൊത്തം ഇങ്ങനെ ക്രിസ്തുവിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്ന സമയത്ത് നിന്നെ ആർക്കും വേണ്ടെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടല്ലേ ഞാൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി നിന്റെ പുറകെ വന്നത്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഇത് ഈശോയാണ് എന്ന്. എന്നിട്ട് ആ ആടിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നടക്കുന്ന നല്ലിടയിന്റെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? ആ നെഞ്ചോട് ചേർന്നിരുന്നു കൊണ്ട് ഹൃദയത്തുടിപ്പുകൾ, ദൈവത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ അനുഭവിക്കാനായിട്ട് അവന് സാധിച്ചു എന്നാണ് പറയുക. അപ്പൊ അവിടെ ഇരുന്നിട്ട് അവൻ പറയുന്നുണ്ട്, ന്യൂനതകളുള്ളത് നന്നായി കർത്താവേ, നിന്റെ നെഞ്ചിൽ ചേർന്നിരിക്കാൻ എനിക്ക് പറ്റിയല്ലോ എന്ന്. അവിടെ ഇരുന്നു കൊണ്ട് ആ ഹൃദയത്തുടിപ്പുകൾ അനുഭവിക്കുന്ന അവന്റെ ഒരു സന്തോഷത്തെ കുറിച്ച് ഒക്കെ ഇങ്ങനെ ഞാൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും നിന്റെ കുറവുകൾ കാണുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന മോളെ അതിന്റെ അർത്ഥം എന്ന്. അവൾ സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇതിവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാല്, നമ്മൾ ഈ സഭാഐക്യത്തിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരു മിഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ മിഷൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിലും പിതാവായ ദൈവത്തിലേക്ക്, പുത്രനായ ദൈവത്തിലേക്ക്, പരിശുദ്ധാത്മാവായ ദൈവത്തിലേക്ക് ചെന്നെത്തിച്ചേരാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തിൽ നമ്മുടെ കരം പിടിക്കാൻ കടന്നു വരുന്ന ഓരോരുത്തരെയും നയിക്കാൻ കഴിയണം, അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായേക്കാം, അനുഭവങ്ങൾ വ്യത്യസ്തമായേക്കാം, പക്ഷേ ജീവിക്കുന്നവനായ ഒരുവനെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ജീവിതത്തിന്റെ മിഷൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയണം. അവിടെയാണ് ഈ പറയുന്ന ഏക കർത്താവ്, ഏക പിതാവ് എന്ന ആശയം പൂർണ്ണമാകുന്നത്. ഒരു കർത്താവിൽ ഊന്നി നിന്നുകൊണ്ട് അവനിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ സാക്ഷികളായി തീരാനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കർമ്മരംഗങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത നിറങ്ങളും വർണ്ണങ്ങളും ഒക്കെയുള്ള രാപ്പാടിക്കുരുവിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ആ വ്യത്യസ്ത നിറങ്ങളും വർണ്ണങ്ങളുമുള്ള പഞ്ചവർണ്ണക്കിളിയേക്കാൾ അപ്പുറം രാപ്പാടി കിളി ശ്രേഷ്ഠനായി തീരുന്നത് എപ്പോഴാണ്? ദൈവത്തിന്റെ നാദം സ്വന്തമായി തീരുമ്പോഴാണ്. അങ്ങനെ ദൈവത്തിന്റെ നാദം സ്വന്തമാക്കി തീർക്കാൻ നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ. കൃപ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അതിനായിട്ട് എല്ലാ ദൈവാനുഗ്രഹവും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.